സുരക്ഷാ സോഫ്റ്റ്വെയർ ദാതാക്കളായ ക്രൗഡ് സ്ട്രൈക്കിന്റെ പാളിയ അപ്ഡേറ്റിന് പിന്നാലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് OSൽ പ്രവർത്തിക്കുന്ന 85 ലക്ഷം കമ്പ്യൂട്ടറുകൾ തകരാറിലായിരുന്നു. ഇത് ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെയും വ്യോമയാന സർവീസുകളെയുമായിരുന്നു. ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ലോകത്തിലെ ഒട്ടുമിക്ക വിമാന കമ്പനികളും സർവീസ് പുനരാരംഭിച്ചെങ്കിലും ഒരു വിമാന കമ്പനിയുടെ പ്രവർത്തനം ഉടനെയൊന്നും സാധാരണഗതിയിലേക്ക് ആവില്ല എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ വിമാന കമ്പനിയായ ഡെൽറ്റ എയർലൈൻസ് ആണ് ഇപ്പോഴും വിൻഡോസ് OSലെ പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ട്. ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റിലുണ്ടായ പ്രശ്നങ്ങൾ തുടർച്ചയായ 4ാം ദിനവും വലയുകയാണ് ഡെൽറ്റ എയർലൈൻസ്. വിമാന സർവീസുകൾ പഴയപടിയാവാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് ഡെൽറ്റ എയർലൈൻസ് CEO പറയുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 5500-ലേറെ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. തിങ്കളാഴ്ച 700 സർവീസുകളും ഉപേക്ഷിച്ചു. ആഗോളതലത്തിൽ തിങ്കളാഴ്ച സർവീസ് ഒഴിവാക്കിയ വിമാനങ്ങളിൽ 3-ൽ 2ഉം ഡെൽറ്റ എയർലൈൻസ് ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലാണ് ഡെൽറ്റയുടെ സർവീസുകൾ കൂടുതലായി മുടങ്ങിയത്. വിമാന സർവീസുകൾ വൈകിയതിനെ തുടർന്ന് യാത്രക്കാരുടെ താമസം ഉൾപ്പെടെയുള്ളവയിൽ പ്രശ്നങ്ങൾ നേരിട്ടതായും 100 കണക്കിന് പരാതികൾ ഇതുവഴി വഴിവെച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ക്രൗഡ് സ്ട്രൈക്കിന്റെ പ്രശ്നബാധിത അപ്ഡേറ്റ് കാരണം 85 ലക്ഷം വിൻഡോസ് മെഷീനുകൾ പ്രവർത്തനരഹിതമായത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളെ ബാധിച്ച സാങ്കേതിക പ്രശ്നമായി മാറിയത്. വ്യോമയാനം, ബാങ്കിംഗ്, IT, ആരോഗ്യം തുടങ്ങി അനവധി സുപ്രധാന മേഖലകളുടെ പ്രവർത്തനം ഇതോടെ നിലയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. വിമാനങ്ങളുടെ സർവീസ് മുടങ്ങിയതിനു പുറമെ ചെക്ക് ഇൻ വൈകുകയും ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാവാതെ വരികയും ചെയ്തിരുന്നു. അമേരിക്കയിലാണ് വിൻഡോസ് OSലെ പ്രശ്നങ്ങൾ വ്യോമയാന രംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചത്. ഡെൽറ്റ എയർലൈൻസിന് പുറമെ യുണൈറ്റഡ് എയർലൈൻസിന്റെ 1500ഓളം വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു.